ഈ വിദ്യാഭ്യാസ വകുപ്പ് വിഭജിച്ചത് അത് പിണറായി സർക്കാരിന്റെ കാലത്താണ്. അത് ഇപ്പോൾ അതുകൊണ്ട് തന്നെയാണ് രണ്ട് വകുപ്പായിട്ട് മാറ്റേണ്ടി വന്നത്. അത് നേരത്തെ ലീഗ് കൈകാര്യം ചെയ്തിരുന്ന വകുപ്പാണ്. അതിപ്പോൾ അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ? ഇല്ല, അത് രണ്ടിനും രണ്ട് സ്ട്രക്ചറാണ്. മുമ്പ് പിന്നെ ഈ വകുപ്പുകൾക്ക് അത്ര വികാസം ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അക്കാലത്ത് അത് ഒരു വകുപ്പായിരുന്നു. ഇപ്പോൾ ധാരാളം കോളേജുകൾ വന്നു, പുതിയ പുതിയ സർവകലാശാലകൾ വന്നു. ഇപ്പോൾ എല്ലാത്തിനും സെപ്പറേറ്റ് സർവകലാശാല, ഡിജിറ്റൽ സർവകലാശാല, ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി, ഓപ്പൺ യൂണിവേഴ്സിറ്റി, ഇങ്ങനെ ഇത് നേരെ മറിച്ച് മെഡിക്കൽ യൂണിവേഴ്സിറ്റി. ഇതെല്ലാം മുമ്പ് നമ്മുടെ കോഴിക്കോട്, കണ്ണൂർ, കേരള യൂണിവേഴ്സിറ്റികൾക്ക് കീഴിലാണ് ഇതൊക്കെ പ്രവർത്തിച്ചിരുന്നത്, വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ധാരാളം സ്ഥാപനങ്ങളും മറ്റും സർവകലാശാലകളൊക്കെ കൂടി. അങ്ങനെയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് മുമ്പൊരു പോർട്ട്ഫോളിയോ സെപ്പറേറ്റായിട്ട് സാധാരണ വിദ്യാഭ്യാസത്തിൻ്റെ കൂടെ പൊതുവിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ് വരുന്നതാണ്. അതിപ്പോൾ ഒരു ഡിവൈഡ് ചെയ്യേണ്ട ഘട്ടം വരുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്യുന്നത്. അങ്ങനെ അത് UDF ഉണ്ടായൊരു ധാരണയാണ്. ലീഗ് കൈകാര്യം ചെയ്യുന്നു എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ വരുന്നുണ്ട്. കാരണം സ്ഥിരമായിട്ട് ലീഗ് കൈകാര്യം ചെയ്യുന്നു, അതെന്തുകൊണ്ട് കോൺഗ്രസ് ഏറ്റെടുക്കുന്നില്ല എന്ന്. അത്തരത്തിലുള്ള വിമർശനങ്ങളെ എങ്ങനെയാണ് കാണുന്നത്? അല്ല, ആ വിമർശനങ്ങളിൽ വലിയ കഴമ്പൊന്നുമില്ല. ഇപ്പോൾ കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്തത് ലീഗ് മന്ത്രിമാരാണ്. അത് CH മുഹമ്മദ് കോയ സാഹിബ് തൊട്ടും പരിശോധിച്ചാൽ അവസാനം അബ്ദുറബ്ബ് വരെയുള്ള ആളുകൾ ലോകത്ത്, ഇന്ത്യയിൽ വളരെ വലിയ നിലവാരത്തിൽ, ഇപ്പോൾ ലോകോത്തര രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടതാണ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ പുരോഗതി. കേരളത്തിന് എന്നും അഭിമാനിക്കാവുന്ന ഒന്ന് വിദ്യാഭ്യാസ പുരോഗതിയാണ്. അപ്പോൾ ഇത്രയും കാലം ലീഗ് മന്ത്രിമാർ ആ വകുപ്പ് കൈകാര്യം ചെയ്തിട്ട് പ്രയാസമൊന്നും ഉണ്ടായിട്ടില്ല. നമ്മളാണെങ്കിലും അതിൽ മതേതര വിദ്യാഭ്യാസത്തെ മറ്റ് ചില സങ്കുചിതമായ താല്പര്യങ്ങൾക്ക് വേണ്ടി വളച്ചൊടിക്കേണ്ട ഒന്നല്ല. ചരിത്രങ്ങളും അങ്ങനെ വക്രീകരിക്കേണ്ടതല്ല. അത് നമ്മൾ പുതിയ തലമുറയോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ്. PM ശ്രീ ഇനിയും ചർച്ചയാകുമ്പോൾ അത് ലീഗിനൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമായി മാറുമല്ലോ. PM ശ്രീയിലുള്ളൊരു വിഷയം അതൊരു പോളിസി മാറ്ററാണ്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് സത്യത്തിൽ ഈ നമ്മുടെ ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്ര ഗവൺമെൻറ് വാങ്ങുന്ന ടാക്സുകളുടെ ഒരു വിഹിതമാണ് പല രൂപത്തിലുമായിട്ടുള്ള എയ്ഡായിട്ട് സ്റ്റേറ്റുകൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ അതിനിങ്ങനെ നിബന്ധനകൾ വെക്കുന്നതിൽ കാര്യമില്ല. ഇപ്പോൾ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ കൺകറൻറ്റ് ലിസ്റ്റിലാണ് ഭരണഘടനയുടെ. അത് സ്റ്റേറ്റിനും സെൻട്രലിനും കൈകാര്യം ചെയ്യാം. പക്ഷേ മുമ്പൊക്കെ ഈ SSA ഫണ്ടുകൾ കൃത്യമായിട്ട് എല്ലാ സ്റ്റേറ്റുകൾക്കും കൊടുത്തിരുന്നതാണ്. ഇപ്പോൾ BJP സർക്കാർ ചില മാനദണ്ഡങ്ങൾ വെക്കുന്നതുകൊണ്ടാണ് അതിൽ PM ശ്രീ ഒപ്പിട്ടാലേ SSKൻ്റെ ഫണ്ട് കൊടുക്കുള്ളൂ എന്നൊക്കെ പറയുന്നു. സർക്കാർ ഒപ്പിടാൻ തയ്യാറായതുമാണ്. അത് പക്ഷേ ഒപ്പിട്ടതാണ് പക്ഷേ എതിർപ്പ് കാരണം പിന്നീട് വേണ്ടെന്ന് വെച്ചതുമാണ്. പിന്നീട് അതാണ് അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. PM ശ്രീ കഴിഞ്ഞ ഗവൺമെൻറ് ഒപ്പിട്ടതാണ്. പിന്നീട് ഒരു കമ്മ്യൂണിക്കേഷൻ പോയെന്നേ ഉള്ളൂ. ആ ഒപ്പിട്ടത് തൽക്കാലം നിർത്തണം, ഞങ്ങളില്ല എന്ന് കെപ്റ്റ് ഇൻ അബയൻസ്, അതിൽ വെക്കണം എന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ അതുവഴി എന്താണ് ഇപ്പോൾ അതിൻ്റെ റിയൽ പൊസിഷൻ? എന്നാൽ അവർ ഈ ഒപ്പിട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രം കുറച്ച് ഫണ്ടൊക്കെ കൈമാറിയിട്ടുണ്ട്. ഒരു 100 കോടിയിൽ താഴെ എന്തോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിലവിൽ PM ശ്രീയുടെ അവസ്ഥ എന്താണെന്ന് പരിശോധിക്കണം. അപ്പം ഇന്നലത്തെ യോഗത്തിൽ, ഞാൻ ഈ പറഞ്ഞ യോഗത്തിൽ, വിദ്യാഭ്യാസ സെക്രട്ടറിയോട് അതിൻ്റെ ഇപ്പോഴത്തെ റിയൽ സ്റ്റാറ്റസ് എന്താണ്, അതിലിനി എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. എന്തായാലും PM ശ്രീയുമായിട്ട് സഹകരിച്ചു പോകാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ഒരു പോളിസി മാറ്റർ ആണല്ലോ. അപ്പോൾ അത് ഞാൻ ഒറ്റയ്ക്ക് പറയേണ്ട കാര്യമല്ല, UDF ആണ് പറയേണ്ടത്. ഇതിലിനി എന്താണ്, നമ്മൾ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടതെന്നുള്ളത്. അതോടൊപ്പം തന്നെ ഈ കാര്യത്തിൽ NSSൻ്റെ, SNDPയുടെ, ക്രൈസ്തവ സഭകളുടെ, ഇവർക്കൊക്കെ കുറേ ആശങ്കകൾ വിദ്യാഭ്യാസ മേഖലയിലുണ്ട്. അവർ പങ്കുവയ്ക്കുന്ന ആശങ്ക എന്ന് പറയുമ്പോൾ ലീഗ് കൈകാര്യം ചെയ്യുമ്പോൾ ഞങ്ങൾക്കത് ബുദ്ധിമുട്ടുണ്ടാക്കുമോ എന്നുള്ളതാണ്. അതിനൊരു ഉദാഹരണമാണ് ഇന്നലെ കത്തോലിക്ക കോൺഗ്രസ് തന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് കോൺഗ്രസിൻ്റെ ഒരു ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കോൺഗ്രസ് ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടത്. കോൺഗ്രസ് ഏറ്റെടുത്തത് ശരി തന്നെയാണ്. അവരവിടെ ആശങ്ക പറഞ്ഞ ലീഗ് ഇത് കൊണ്ടുപോകുമോ എന്നുള്ളതാണ്. അത്തരമൊരു ആശങ്കയെക്കുറിച്ച് എങ്ങനെയാണ്? അല്ല, ഞാനത് നിങ്ങൾ ചോദിച്ചപ്പോൾ ആദ്യം തുടക്കത്തിലേ പറഞ്ഞു, അങ്ങനെ ഒരു ആശങ്കപ്പെടേണ്ട കാര്യമില്ല. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഇതൊക്കെ ലീഗ് മന്ത്രിമാരാണ്. ഇപ്പോൾ കാലിക്കറ്റ് സർവകലാശാല ലീഗ് മന്ത്രിയാണ്. സംസ്കൃത സർവകലാശാലയും മലയാളം സർവകലാശാലയും കൊണ്ടുവന്നതും ലീഗ് മന്ത്രിമാരാണ്. അപ്പം നമ്മൾ ഒരു നാട്ടിൽ എന്താണോ ആവശ്യം, ഒരു സെക്യുലർ എഡ്യൂക്കേഷൻ, മതേതര വിദ്യാഭ്യാസം, അതിൻ്റെ കൂടെ നിന്നിട്ടുള്ളൂ. പിന്നെ ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളിൽ ഉണ്ടാക്കിയ വിവാദം എന്നൊക്കെ പറഞ്ഞാൽ വളരെ ബാലിശമാണ്. അവിടെ പോകുമ്പോൾ പച്ച ബ്ലൗസ് ഇട്ടു, ഇവിടെ പച്ച ബോർഡ് വെച്ചു, അതിലൊക്കെ എന്തിരിക്കുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ?
പച്ച ബോർഡും പച്ച ബ്ലൗസും ഒക്കെ പറഞ്ഞിട്ട് എന്തോ വലിയ വർഗീയവൽക്കരണം എന്നൊക്കെ പറഞ്ഞാണ് പ്രചരിപ്പിച്ചത്. അതൊന്നും ഇതിൻ്റെ കണ്ടൻറ്റിൽ വരുന്ന കാര്യമല്ലല്ലോ. സിലബസിലുണ്ടോ, പാഠ്യപദ്ധതിയിലുണ്ടോ, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തെ ഈ മാധ്യമങ്ങളുടെ ഒരു അതിപ്രസരം, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയാസ് ഒക്കെ ഉണ്ടാക്കിയെടുത്തൊരു സംഗതി മാത്രമാണ്. അല്ലാതെ അതിലൊന്നും ഒരു വസ്തുതയുമില്ല. ഏതായാലും മുൻപ് ഇരുന്നിരുന്ന ലീഗ് മന്ത്രിമാരുടെ പാത പിന്തുടരാൻ തന്നെയാണ് താങ്കളുടെ ഒരു തീരുമാനം. അവർ താങ്കൾ തന്നെ നേരത്തെ പേര് സഹിതം പറഞ്ഞുവല്ലോ, അവർ ഇവിടെ വിദ്യാഭ്യാസ രംഗത്ത് കാതലായ മാറ്റം വരുത്തിയ ആളുകൾ തന്നെയാണ്. അതേ മാർഗത്തിൽ നമ്മളെ വിദ്യാഭ്യാസം ശക്തിപ്പെടുത്തുക, അതോടൊപ്പം തന്നെ അതിൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക, കാലോചിതമായി പരിഷ്കരിക്കുക, മതേതര വിദ്യാഭ്യാസത്തെ മുറുകെ പിടിക്കുക. മതേതരം എന്നുള്ള വാക്കിന് അല്ല, ഇപ്പോൾ ഇന്ത്യൻ സാഹചര്യത്തിൽ അതിന് വളരെ പ്രസക്തിയുണ്ട്. വിദ്യാഭ്യാസം കലുഷിതമായിക്കൊണ്ടിരിക്കുന്നു. വളരെ കുടുസായ ചിന്തകൾക്ക് വേണ്ടി നമ്മുടെ കുട്ടികളെ ഉപയോഗപ്പെടുത്തുന്നു, തെറ്റായ ചരിത്രം അവരെ പഠിപ്പിക്കുന്നു. ഇതൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ടാണ് കേന്ദ്രവുമായിട്ട് അപ്പോൾ ഒരു ടഗ് ഓഫ് വാർ വേണ്ടി വരും പലപ്പോഴും. അല്ല, ഇവിടെ നമ്മളല്ലേ ഇവിടുത്തെ സിലബസും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. അതിന് സ്വാതന്ത്ര്യം സ്റ്റേറ്റിനുണ്ടല്ലോ. പിന്നെ അങ്ങനെ ഉള്ളൊരു പ്രശ്നം അതിൽ വരുന്നില്ല. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അതുപോലെ തന്നെ സർവകലാശാലകളെയൊക്കെ പരിധിയിലാക്കാനുള്ള ചില ശ്രമങ്ങളും കഴിഞ്ഞ കാലത്തുണ്ടായല്ലോ. എന്തായാലും കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തെ വിദ്യാഭ്യാസ മേഖല അതിൽ താങ്കൾ തൃപ്തി പ്രകടിപ്പിക്കുന്നുണ്ടോ ഇല്ലയോ? കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തെ വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് പോരായ്മകളുണ്ടായിരുന്നു. അതിൻ്റെ അഡ്മിനിസ്ട്രേഷനിലൊക്കെ ഒരുപാട് പോരായ്മകളുണ്ടായിരുന്നു. അപ്പോൾ ഉച്ചക്കഞ്ഞി വിതരണം ചെയ്യുന്നതിലുള്ള പാളിച്ചകൾ കാരണം ആത്മഹത്യ ചെയ്ത അധ്യാപകനുണ്ടായിരുന്നു. എറണാകുളത്ത് ഒരു അധ്യാപകൻ. അത് HM ആകണ്ട എന്ന് കുറേ മാഷന്മാർ എഴുതി കൊടുത്ത സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു സമ്മർദ്ദം ഇപ്പോഴും ഇല്ലേ? അല്ല, ഇപ്പോൾ മാറ്റം വരുത്തും. അല്ല, ഞാൻ പറയുന്നത് അതൊക്കെ സമയത്തിന് ചെയ്യാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തേണ്ടത്. കൃത്യമായി അതിനുള്ള ഫണ്ട് അലോക്കേഷനൊക്കെ എത്തിച്ചു കൊടുക്കാൻ കഴിയണം. പിന്നെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തുണ്ടായ ചില ശ്രമങ്ങൾ, ഇപ്പോൾ ജെൻഡർ ന്യൂട്രാലിറ്റി, വിദ്യാഭ്യാസ രംഗത്ത് ചില ആശയങ്ങൾ ഒളിച്ചു കടത്താനുള്ളൊരു ശ്രമം ഉണ്ടായി. അത് പിന്നീട് വലിയ എതിർപ്പിനെ തുടർന്നാണ് പിറകോട്ട് പോയത്. അത്തരം കാര്യങ്ങളിലല്ലല്ലോ നമ്മൾ നിൽക്കേണ്ടത്. നമ്മൾ ലോകത്തെ കുട്ടികളോട് മത്സരിക്കാൻ നമ്മുടെ കുട്ടികളെയും പ്രാപ്തമാക്കുക എന്നുള്ളതാണ്. ഈ ജെൻഡർ ന്യൂട്രാലിറ്റി ആശയങ്ങളൊക്കെ ലോകത്തെ പല രാജ്യങ്ങളും തള്ളിക്കളഞ്ഞ ആശയങ്ങളാണ്. അപ്പോൾ അത് വിദ്യാഭ്യാസ മേഖലയിലൂടെ ഒളിച്ചു കടത്താൻ ശ്രമമുണ്ടായി. ഞങ്ങളൊക്കെ അതിനെ അന്ന് ശക്തമാണ് എതിർത്തത്. അപ്പോൾ അത്തരം ശ്രമങ്ങൾ എന്തായാലും ലീഗിൻ്റെ കാലത്ത് അത് ഉണ്ടാവുകയില്ല എന്ന് ഇത് ഉറപ്പാണല്ലോ. അങ്ങനെ ജനറൽ ന്യൂട്രാലിറ്റി എന്നൊരു ടേമേ താല്പര്യം ഉണ്ടാവുകയില്ല. അല്ല, ഇത്തരം അന്ന് കൊണ്ടുവന്നത് പോലുള്ള ആ സംഗതികളിലൊന്നും അത് ആരും അംഗീകരിക്കുന്നില്ല. അത് ലീഗിൻ്റെ ഒരു രാഷ്ട്രീയ താല്പര്യമോ വേറെ എന്തെങ്കിലും താല്പര്യങ്ങളോ അല്ലല്ലോ. ഇവിടെ ധാർമ്മികമായി ചിന്തിക്കുന്ന ഒരു സമൂഹവും, അതിന് ഏത് മതമാവട്ടെ, അവരാരും അതിനെ അംഗീകരിച്ചിട്ടില്ല. അതുപോലെ സർവമത പ്രാർത്ഥന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ സ്കൂളുകളിൽ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.